തുടർന്ന് പാഴ്സണേജ് കമ്മ്യൂണിറ്റി ആദരിക്കുവാൻ താല്പര്യപ്പെടുന്നത് പാസ്റ്റർ എ റൂഫോസ് അവറുകളെയാണ്. ഞങ്ങളുടെ എല്ലാം റൂഫോസ് സാറിനെ. പാസ്റ്റർ ആരോണിൻ്റെയും മിസസ് പാലമ്മാളിൻ്റെയും മകനായി 1959 തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ കൊല്ലങ്കോട് എന്ന സ്ഥലത്ത് ജനനം. നാഗർകോവിലെ തൻ്റെ ബാല്യത്തിലെ വളർച്ചയ്ക്ക് ശേഷം 1981 ശുശ്രൂഷകനായി തൻ്റെ മാതാപിതാക്കളാൽ സ്ഥാപിതമായ പാലിയോട് യഹോവ രക്ഷണ്യ സഭയുടെ ചുമതലയേൽക്കുകയും അവിടെ ശുശ്രൂഷിക്കുമ്പോൾ തന്നെ 1987 പ്രയർ സോൾജിയർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന വേദാധ്യാപന ക്ലാസ് ആരംഭിക്കുകയും അനവധി പേരെ കർത്തൃവേലയ്ക്ക് സജ്ജരാക്കുകയും ചെയ്ത അനുഗ്രഹീതനായ ദേവദാസൻ 2006 യഹോവ രക്ഷണ്യ സഭ കേരള സ്റ്റേറ്റിൻ്റെ റീജിയണൽ കോർഡിനേറ്റർ ആയി പ്രവർത്തിക്കുന്നു. ജഹോവ നിസി തിയോളജിക്കൽ സെമിനാരി ഒട്ടപ്പാറ, ഹോളി പെന്റിക്കോസ്റ്റ് തിയോളജിക്കൽ സെമിനാരി വെട്ടിനാട് എന്നീ സ്ഥാപനങ്ങളിലും രജിസ്ട്രാറായും ശുശ്രൂഷയിൽ ആയിരിക്കുന്നു. അനുഗ്രഹീതനായ വേദാധ്യാപകൻ, അനുഗ്രഹീതനായ സുവിശേഷ പ്രസംഗകൻ, അനുഗ്രഹീതനായ കൗൺസിലർ എന്നീ നിലകളിൽ കർത്താവ് തന്നെ ഏൽപ്പിക്കുന്ന എല്ലാ ദൗത്യങ്ങളും നിറവേറ്റിക്കൊണ്ടിരിക്കുന്നു. ഭാര്യ മേരി ഭായ് ദൈവം തങ്ങളുടെ കുടുംബജീവിതത്തിൽ ദാനമായി 2 മക്കൾ നൽകും ഇടയായി തീർന്നു. മിസ്റ്റർ ടൈറ്റസ് അവറുകൾ, പാസ്റ്റർ ഡെർഫിൻ ജിംഫസ് അവറുകൾ. ബഹുമാന്യ കർത്തദാസനെ പാഴ്സണേജ് കമ്മ്യൂണിറ്റിയുടെ ആദരവ് സ്വീകരിക്കുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദരവ് നൽകുന്നതിന് പാസ്റ്റർ ഇസ്രായേൽ പൗലോസ് അവറുകളെയും ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ കരങ്ങളെ തട്ടി പാസ്റ്റർ റൂഫോസ് അവറുകൾക്ക് എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകാം. കഴിഞ്ഞ 25 വർഷമായി കർത്താവിൻ്റെ വേലയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പാസ്റ്റർ എ റൂഫോസ് അവറുകൾക്ക് പാഴ്സണേജ് കമ്മ്യൂണിറ്റിയുടെ എല്ലാവിധ സ്നേഹാദരവും എല്ലാവിധ നന്ദിയും ഇത്തരണത്തിൽ പ്രദർശിപ്പിക്കുന്നു. തുടർന്ന് ചില മിനിറ്റ് പ്രിയ കർത്തദാസൻ്റെ സാക്ഷ്യത്തിനായി നമുക്ക് കാതോർക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 മിനിറ്റാണ് ഉള്ളത്. എന്ത് പറയണമെന്നറിയില്ല. സാക്ഷ്യം പറയുന്നില്ല, 1-2 അനുഭവങ്ങൾ മാത്രം പറയുന്നു. 1969 തമിഴ്നാട്ടിൽ യഹോവ രക്ഷണ്യ സഭയുടെ സ്ഥാപകനായ റവറൻ YS ദേവസുന്ദരം അവരോട് ചേർന്ന് അവരുടെ സഭയിൽ നിന്ന് വളരാൻ കർത്താവ് എനിക്ക് കൃപ നൽകി. 1981 വരെ വിശുദ്ധന്മാർക്കുള്ള ശുശ്രൂഷയും 1977 മുതൽ സഭാ ശുശ്രൂഷയിലും കർത്താവിനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. റവറൻ ഡോക്ടർ YS ദേവസുന്ദരം അവർ ഖത്തർ സന്നിധിയിൽ ചേർക്കപ്പെട്ടു. എങ്കിലും അദ്ദേഹത്തിൻ്റെ കുറേ അനുഭവങ്ങൾ എൻ്റെ മുൻപിലുണ്ട്. എല്ലാവർക്കും ഗുണകരമായിരിക്കും എന്ന് കരുതി ഒരു അനുഭവം ഞാൻ പറയുകയാണ്. ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ദേവസുന്ദരം പാസ്റ്റർ എന്നെ ഷോപ്പിങ്ങിനൊക്കെ കൊണ്ടുപോകും. നാഗർകോവിലിൽ വിവാഹം കഴിയാത്ത ഏകദേശം 100 പ്രവർത്തകരവിടെ ഉണ്ട്. അവരുടെ തുണിയെല്ലാം എടുക്കണം. ക്രിസ്മസ് സീസണൊക്കെ വരുമ്പോൾ എല്ലാവർക്കും തുണി എടുക്കണം. അപ്പോൾ അന്ന് തുണിയൊക്കെ ഒരുമായി കാക്കി സഞ്ചിയുണ്ട്. ആ കാക്കി സഞ്ചിയിലാണ് എല്ലാം വാരി അടുക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു നല്ല സഞ്ചി കാണും, എൻ്റെ തലയിലൊരു സഞ്ചി കാണും, ഇങ്ങനെ കയ്യിലൊരു സഞ്ചി കാണും. ഭഗവതി പേരങ്കാടി എന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് ആ കാലത്ത് നാഗർകോവിലുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞങ്ങളിങ്ങനെ വാങ്ങിക്കൊണ്ടുവരുന്ന പതിവുണ്ട്. ഇതുപോലെ യോഗങ്ങൾക്ക് എന്നെ കൊണ്ടുപോകും. അപ്പോൾ സാധാരണ അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു വാക്ക് പുറപ്പെട് എന്ന് പറയും, തിരിക്കാൻ വേണ്ടി പറയും. അപ്പോൾ ഒരു ദിവസമായപ്പോൾ ഞാൻ ചോദിച്ചു, എங்கே പോകണം എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് തിരിച്ചു ചോദിച്ചു, എங்கே പോനാ ഉനക്കെന്നെ, നീ പുറപ്പെട്. അപ്പോൾ ഞാൻ പറഞ്ഞു, തുണി കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. യോഗത്തിന് പോകുകയാണെങ്കിൽ നല്ല തുണി കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഒരു ഉത്തരം പറഞ്ഞത്, എங்கே പോനാലും ദേവനുടെ പിള്ളയ്ക്ക് തകുതിயான വസ്ത്രமாக இருக்கணும், அப்படி കൊണ്ട് പോട് എന്ന് പറഞ്ഞു. എല്ലാവർക്കും മനസ്സിലായതിനായിട്ട് നന്ദി. പേഴ്സണൽ കമ്മ്യൂണിറ്റിയിലുള്ളവരും എവിടെ പോയാലും ദൈവമക്കളുടെ ഒരു സൈൻ നമ്മുടെ ഡ്രസ്സിൽ കൂടെ ഉണ്ടായിരിക്കുന്നത് ഏറെ അനുഗ്രഹമാണ്.
മറ്റൊരു അനുഭവം ഒരുപാട് പറയാനുണ്ട്. ചില ദീർഘവർഷങ്ങൾക്ക് മുമ്പേ പൗലോസ് പാസ്റ്ററുമായിട്ട് പല ബന്ധങ്ങളും പല അനുഭവങ്ങളും ഉണ്ട്. ഒരു ദിവസം ഞങ്ങൾ 2-4 പേരേ ഉള്ളൂ ഭക്ഷണം കഴിക്കാൻ. എൻ്റെ അടുത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. ഞാൻ വിചാരിച്ചു പുള്ളി ഒന്ന് ഭക്ഷണം കഴിച്ച് തീരട്ടെ, പതുക്കെ കഴിക്കാം എന്നിരുന്നു. ഇദ്ദേഹം കഴിച്ച് തീർന്നതും എൻ്റെ ഇലയും അടുത്തിരുന്ന ഇലയും എന്നെ ഒരുമിച്ച് വലിച്ചങ്ങ് എടുത്തോണ്ട് ഒറ്റ പോക്ക്. ആരെങ്കിലും ആഹാരം മിച്ചം വെച്ചാൽ അതും കൂടെ എടുത്തു വെച്ച് കഴിക്കും. ഈ ചില കാര്യങ്ങൾ പുച്ഛമായിട്ട് തോന്നിയാലും അതിൻ്റെ മാനസിക അവസ്ഥ എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. പ്രവൃത്തി കൊണ്ടും മനസ്സുകൊണ്ടും പേഴ്സണാലിറ്റി കമ്മ്യൂണിറ്റിയിലെ പ്രിയപ്പെട്ടവർക്ക് ദൈവമക്കളായി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്നെൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്നെ ആദരിച്ച പ്രിയപ്പെട്ടവർക്ക് നന്ദി. കർത്താവിനെ